ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ട് ഡേ 3 ഇൻ മണാലി. അപ്പോൾ ഇപ്പോൾ സമയം 6:30 ഉണ്ടാവും. എന്നുവെച്ചാല് സാധാരണ ഈ സമയത്ത് നമ്മൾ എണീക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മോൻ നേരത്തെ എണീറ്റതിനോണ്ട് ഇവിടെ ചായ കുടിക്കാവുന്നതാണ്. അപ്പം ആദ്യം കുട്ടനും മോനും കൂടി ചാടിക്കാൻ വന്നു. കുറച്ച് ദൂരെയാണ് കേട്ടോ റൂം. അപ്പോൾ അവിടുന്ന് ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ്. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, അവിടെ ഡോഗിൻ്റെ ശല്യം ഭയങ്കരമായിരുന്നു. നമ്മൾ അറിയാത്ത ആരെങ്കിലും കണ്ടാൽ ഭയങ്കര നമ്മളെ മേലേക്ക് ഇങ്ങനെ കടിക്കൂല, പക്ഷേ എങ്കിലും ഇങ്ങനെ പാഞ്ഞ് വരുന്ന. പക്ഷേ ഞാൻ വരുന്ന സമയത്തൊക്കെ കിടക്കുകയായിരുന്നു, വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞാൻ പേടിച്ചിട്ടാണ് വന്നത്. വലിയ കുഴപ്പമില്ലായിരുന്നു. ചെറിയ രീതിയിൽ ചാറ്റലുണ്ട്, മഴച്ചാറ്റലുണ്ട്, ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചായ കുടിച്ചിട്ട് ഞാൻ റൂമിലേക്ക് പോകും. റൂമിലെത്തിയിട്ട് ഞാൻ എന്താ പരിപാടി നോക്കണം, എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ. പിന്നെ നല്ലൊരു ആഗ്രഹമുണ്ട്, നമ്മളെന്തെങ്കിലും കാശ്മീർ മണാലിയൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സില്ലേ അതൊക്കെ ഇട്ട് ഞാൻ നല്ല പിക്ക് എടുക്കണം എന്നുള്ളത്. അപ്പോൾ മേ ബി അവിടേക്ക് പോകാൻ മതി, എന്താ അറിയില്ല, നമ്മൾ പ്ലാൻ ചെയ്തില്ല എന്താണ്. ഓക്കെ, ചിലപ്പം ഇന്ന് റിട്ടേൺ ആക്കൂല, ഇന്ന് മണാലിയിൽ നിന്ന് റിട്ടേൺ ആക്കും. നമ്മൾ വിചാരിച്ചത് 2 ദിവസം കൂടി ഇവിടെ നിൽക്കാനാണ്. അപ്പം ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ്. സോ ഈ ബഡ്ജറ്റൊക്കെ ഉള്ളപ്പോൾ വരാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ നിൽക്കുന്നില്ല എന്ന് വിചാരിക്കുക. പിന്നെ അതുമല്ല, ഞങ്ങളിപ്പം പാക്കേജ് ആയതുകൊണ്ട് റൂമിന് വലിയ റേറ്റ് ഇല്ല. ഇൻ കേസ് നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ റൂമിന് 5000 നമ്മളിപ്പോൾ നിൽക്കുന്ന റൂമിന് ഒരു റൂമിനൊക്കെ ചാർജ്. സോ മേ ബി വേഗം പോകാൻ മതി. അതിന് റൂമിൽ പോകണമെന്നൊക്കെ പറയുമ്പോൾ ചായ കുടിച്ചാൽ റൂമിൽ പോകും, എന്നിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ പോകും. ഓക്കെ, കണ്ടാലറിയാം, കണ്ണൊന്നും ശരിയായില്ല, എന്താണെന്നറിയില്ല സംഭവം, എന്താ പറ്റിയത്. 2 കണ്ണിനും ഉണ്ട്. ഇപ്പോൾ ഒന്ന് മാറി വരുന്നുണ്ട്. ഇന്നലെയൊക്കെ നല്ല റെഡായിരുന്നു, കണ്ണ് കണ്ട പേടിയാവുമായിരുന്നു. അപ്പം ഇന്നിപ്പോൾ കുറച്ചൊക്കെ മാറുന്നുണ്ട്. ഇന്നലെ രാവിലെ തീരെ കണ്ണു തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്താ പറയുക, കണ്ണൊന്നായിട്ട് പശ ടൊട്ടിച്ച മാതിരിയൊക്കെയുള്ള അവസ്ഥയായിരുന്നു. എങ്ങനെയൊക്കെയോ വെള്ളം നനച്ച് കഴിഞ്ഞ് ഇതാക്കി കഴിഞ്ഞ് കണ്ണ് തുറന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ല മഴയുടെ സാധ്യത ഉണ്ട്. അപ്പോൾ ഇവരിതാ ഷീറ്റൊക്കെ എടുത്ത് കെട്ടിയിട്ടുണ്ട് ചായ കുടിക്കുന്നിടത്ത്. മഴ പെയ്യുമെന്നറിയില്ല. ഗുഡ്, ഇങ്ങനെ കാട്ടിയത് കേട്ടോ, ചിരിച്ച്. നമ്മൾ റൂമിൻ്റെ വ്യൂ ആണ്, അടിപൊളിതാ. ഹായ്, നമ്മൾ കതകൊക്കെ തുറന്ന് കർട്ടനൊക്കെ മാറ്റുമ്പോഴുള്ള വ്യൂ ആണ്, സീനറി. ഗൈസ്, മഴയാണ് ഗൈസ് മണാലി. രാവിലെയോ ഞങ്ങൾ പോവുകയാണ്, ഈ റൂമിനോട് വിട പറയാണ്, മണാലിയിലൂടെ വിട പറയും. ലാസ്റ്റ് ആയിട്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടിട്ടോ ട്രഡീഷണൽ ഡ്രസ്സ് ഒക്കെ ഇടാൻ വേണ്ടിട്ട് പോവാണ്. സ്ക്രീൻഷോട്ടൊക്കെ കാണുന്നു. ഓരോട് ബൈ പറഞ്ഞു, ഇവിടെ ആ മാമന്മാരോട് ടാറ്റ എടുത്തു വാ. ചെല്ലി ഇല്ല എന്നാ ഓക്കെ. അങ്ങനെ നമ്മൾ ഹിഡംബ ടെമ്പിളിലേക്കാണ് കേട്ടോ പോകുന്നത്. ദേവീൻ്റെ ക്ഷേത്രമാണ്. അപ്പം നമ്മൾ അധികം ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല. ഭയങ്കര കച്ചറിയായിരുന്നു, കൂടാതെ തന്നെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അധികം ദൂരേക്ക് ക്ഷേത്രത്തിലേക്ക് പോയില്ല. നമ്മൾ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തു, കുറച്ച് ഫോട്ടോസ് എടുത്തു, വേഗം പോരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് പെർ ഹെഡ് 100 ആണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് റീൽസും ഒക്കെ എടുത്തതിന് ശേഷം വേഗം കാറിലേക്ക് കയറി നമ്മൾ വേഗം അടുത്ത സ്പോട്ടിലേക്കായിരുന്നു കേട്ടോ പോയിന്. നല്ല മഴ അതിനോട് വരെയിട്ടും. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിന്. നൈസായിനെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അഥവാ നമ്മൾ എന്തെങ്കിലും മണാലി വരികയാണെങ്കിൽ ഈ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് വീഡിയോ എടുക്കുകയാണെന്ന്. സോ നമ്മളെടുത്ത്. അപ്പം മോൻ നല്ല കരച്ചില്ല. അപ്പോൾ ഞാൻ പോവാണ്. കുട്ടനെ കുറേ ഫോട്ടോ എടുത്തിന്, കുട്ടന് ഡ്രസ്സ് ഇട്ടിന് 2 ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അവൻ നല്ല കരച്ചിലായിരുന്നു. അപ്പം നമ്മൾ പോവാണ്, അങ്ങോട്ടൊക്കെ ഒന്നും പോകുന്നില്ല. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഈ കാറിലേക്ക് പോവാണ്.
നമ്മള് ഫുഡ് കഴിക്കാൻ വന്നാണ്. ഹോട്ടലിന്റെ പേരൊന്നും അറിയില്ല. അപ്പം ഹോട്ടലിന്റെ പേര് ചിക്കൻ ചില്ലി. എന്താ ചിക്കൻ ചില്ലി? ചിക്കൻ ചില്ലി. ആ ഇതൊക്കെ കഴിച്ച് നമ്മള് ഇങ്ങോട്ട് പോവാണ്. സ്ഥലം എന്താണെന്നറിയില്ല. ഷാനിയും ഫെബിയും ശ്രീലങ്കായി നേരത്തെ പോയി. ഞങ്ങൾ സെലിക്കാതിന്റെ പോലെ. പിന്നെ കുട്ടനും ആയും വണ്ടിയിലുണ്ട്. ഒരു തിരിച്ചു കഴിയുന്നവരെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. പോലെ അതാ തിരിച്ചു വരുന്ന അതാ ഇവിടെ എന്തോ ഒരു വാക്കിംഗ് സ്ട്രീറ്റാന്ന് തോന്നുന്നു. എന്തോ സാധനമൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള സംഭവമാണെന്ന് തോന്നുന്നു. എന്താ അറിയില്ല. ഗൈസ് ഇവിടെ എന്താ ഇത് അവിടെ അപ്പുറത്തെന്തോ അമ്പലമൊക്കെയാണ് കേട്ടോ. അങ്ങോട്ട് അധികം പോകുന്നില്ല. അപ്പം ഇവിടെ കുറച്ച് ട്രഡീഷണൽ കുറേ ഉണ്ട് കേട്ടോ. കൃഷ്ണനിലേക്ക് ഇഷ്ടമായി. അപ്പൊ നമ്മള് റിട്ടേൺ പോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നല്ല മഴയായതോടെ വേറെ എങ്ങോട്ടേക്ക് പോയില്ല. നമ്മൾ ആകെപ്പാടെ ആ ട്രഡീഷണൽ ടെമ്പിളിൽ മാത്രമേ പോയുള്ളൂ. കുറച്ച് ഫോട്ടോ എടുത്ത് വേഗം പോന്നു. പിന്നെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അങ്ങനെ മഴയായതോടെ എങ്ങോട്ടും ഇറങ്ങിയില്ല. പിന്നെ 2-3 മണിക്കൂർ വണ്ടി കുത്തിരിക്കുകയായിരുന്നു. നമുക്ക് 6 മണിക്കാണ് ബസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, ബസ് സ്റ്റാൻഡിൽ നിന്നും. ഓക്കെ, നമ്മൾ വണ്ടിയിൽ നമ്മുടെ ഇത്രയും ദിവസം നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോയ ആ വണ്ടിയിൽ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 3-4 മണിക്കൂറാണ് വണ്ടിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് റൂമിൽ പോകാൻ കഴിയില്ല. വേറെ എവിടെയെങ്കിലും നിൽക്കാം, ലഗേജൊക്കെ പിടിച്ച് നിൽക്കാൻ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അപ്പോൾ വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. നല്ല തണുപ്പാണ്. പണി കൂടുതലാണ് കേട്ടോ. അയ്യോ മോര് ಹೌದು ಐಪೂದಿಲ್ಲ ಹೂದಿಲ್ಲ അതേമാതിരി ഹൂത് അവിടെ ആയി പറഞ്ഞ നീറ്റ് 2 മണിക്കൂറൊക്കെ ഉറങ്ങിണ്ടാവും. എന്തെങ്കിലും ആപ്പിൾ എന്തെങ്കിലും കൊടുക്കണം. എന്തേ ഫുഡൊക്കെ കഴിച്ചത് എവിടെയാ? ആരെ കയറി കഴിഞ്ഞ പ്രാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു വലിയ ഗുമ്മില്ല. പനി ഡൽഹിയിൽ മണാലി വന്നാള്. ബൈ മണാലി ബൈ പറഞ്ഞാള്. കൊച്ചു